മറ്റൊന്നാണ്. നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ആളുകളോട്. അപ്പൊ അവര് പറയും ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയും. അപ്പോ കേട്ടാ പോരാ, ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ തലച്ചോറിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ചെറിയ ചെറിയ കാര്യങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യുക, അവഗണിക്കുക എന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകതയാണ്. ലൈക്ക് എ ഫ്രോഗ്, ഒരു തവളയെ പോലെ. കഥകളിൽ കാണാം, ഒരു തവളയെ പിടിച്ച് ചൂടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ തവള ചുടുവെള്ളത്തിൽ നിന്ന് ചാടി പുറത്തേക്ക് വരും. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, അതിനു പകരം തവളയെ നാം തണുത്ത വെള്ളത്തിലേക്ക് ഇടുക, ശേഷം അടിയിൽ നിന്നും ബേൺ ചെയ്തു കൊടുക്കുക, കത്തിച്ചു കൊടുത്താൽ തവള എന്ത് ചെയ്യും? ചെറിയ ചെറിയ ചൂട് തവളക്ക് മനസ്സിലാകും. പക്ഷേ തവള അതിനെ അവഗണിക്കും. ചെറിയ ചൂടല്ലേ, പ്രശ്നമില്ല. ചെറിയ ചൂടല്ലേ, പ്രശ്നമില്ല. അവസാനം തവള അതിൽ കിടന്ന് വെന്തു മരിക്കും. ലൈക്ക്വൈസ്, ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബ്രെയിനിനും ഇതേപോലെ ഒരു സ്വഭാവമുണ്ട്. മഹാനായ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഒരു ശിഷ്യൻ, അബൂ ഹനീഫ ഇമാമിന്റെ ആണ്ടാണ് ശവ്വാൽ 15 എന്ന് ശവ്വാൽ 13 ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു തആല അവരുടെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബൂ ഹനീഫ ഇമാമിന്റെ ബുദ്ധി, അതിനെക്കുറിച്ച് പറയുന്നുണ്ട് മഹാന്മാർ, കിതാബുകളിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അഇമ്മത്തിന്റെ ചരിത്രങ്ങൾ പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം, അബൂ ഹനീഫ ഇമാമിന്റെ ബുദ്ധി ഒരു തട്ടിലും ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും ബുദ്ധിയുടെ പകുതി മറ്റൊരു തട്ടിലും വെച്ച് കഴിഞ്ഞാൽ അബൂ ഹനീഫ ഇമാമിന്റെ ബുദ്ധിക്ക് ഭാരം തൂങ്ങും. ആ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു തങ്ങൾ 40 വർഷം ഇശാ നിസ്കരിച്ച അതേ വുളൂ കൊണ്ട് തന്നെ സുബ്ഹി നിസ്കരിക്കാറുണ്ട്. അത് ഞാൻ ഒരു ഉസ്താദിനോട് പറഞ്ഞപ്പോ പറഞ്ഞു എനിക്കും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഞാനും കേൾക്കാറുണ്ട്. സുബ്ഹിക്ക് ചിലപ്പോ തഹജ്ജുദിന് ഇരിക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറയണേക്കാണ്. അത് ഇശാ നേരം നിസ്കരിച്ചതിട്ട് പിന്നെ അതോടുകൂടി അതുകൊണ്ട് നിസ്കരിക്കുന്നതാണ്. അതല്ല, ആ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ശിഷ്യൻ അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു, അവരുടെ മദദ് അല്ലാഹു തആല മുതഅല്ലിമീങ്ങളായ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ 29 വർഷം ഉസ്താദിന്റെ കൂടെ ജീവിച്ചു. 29 വർഷം. നമ്മൾ മൊത്തം പഠനം 8 വർഷം അല്ലെങ്കിൽ 10 വർഷം. 29 വർഷവും ഉസ്താദിന്റെ കൂടെ തന്നെയാണ് സുബ്ഹി നിസ്കരിച്ചത്. അദ്ദേഹത്തിന്റെ മകൻ മരിച്ച ഒരു ദിവസം, അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മരിച്ച ദിവസം വീട്ടിലേക്ക് പോയില്ല. വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്റെ സബ്ക്ക് നഷ്ടപ്പെടുമല്ലോ. എന്താണ് കേൾക്കുന്നത്? മകൻ മരിച്ചിട്ട് വീട്ടിലേക്ക് പോയാൽ എന്റെ ഉസ്താദിന്റെ ഒരു സബ്ക്ക് നമുക്ക് നഷ്ടപ്പെടുമല്ലോ. അവരുടെ ബ്രെയിൻ തവളയുടെ ബ്രെയിൻ അല്ല. നമുക്കുള്ള ഒരു പ്രത്യേകത എന്താണ്? ഒരു ക്ലാസ് അല്ലേ, ഒരു ക്ലാസ് പോയോണ്ടൊന്നും ഞാൻ ആലിമാകാണ്ടിരിക്കൊന്നുമില്ല. ഒരു ക്ലാസ് അല്ലേ, ഒരു ക്ലാസ് അല്ലേ. ഞാൻ 15 ദിവസം ഇപ്പോ നോമ്പിന് തിരിച്ചു വന്നില്ലെങ്കിലും ഞാൻ ആലിമാകാതിരിക്കില്ല.
ചെറിയ ചെറിയ ക്ലാസുകൾ നഷ്ടപ്പെടുത്തി വലിയ നഷ്ടത്തിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. A little progress each day adds up to big success. ചെറിയ ചെറിയ പുരോഗതികളാണ് വലിയ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ആരും തന്നെ ഒരു ബോഡി ബിൽഡ് ചെയ്ത മനുഷ്യനായി മാറുന്നില്ല. ഏതെങ്കിലും ഒരു ജിംനേഷ്യത്തിൽ ചെന്നുകൊണ്ട് ഒരു ദിവസം രാവിലെ മുതൽ പാതിര വരെ അവിടുത്തെ കട്ടകൾ മുഴുവൻ എടുത്ത് ഉയർത്തിയാലും താൽക്കാലികമായൊരു പമ്പിംഗ് നടക്കും എന്നല്ലാതെ കണ്ണാടിയുടെ മുന്നിലേക്ക് ഒന്ന് നമ്മൾ കുളിച്ചതിന് ശേഷം പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു പുരോഗതിയും കാണില്ല. ഒരു ദിവസം കൊണ്ട് ആരും തന്നെ ഒരു കട്ട ആയി മാറില്ല. ഒരു ദിവസം കൊണ്ട് ഒരാളും എഞ്ചിനീയറായി മാറുന്നില്ല. ഒരു ദിവസം കൊണ്ട് ഒരാളും ഡോക്ടറായി മാറുന്നില്ല. ഒരു സിഗരറ്റ് വലിച്ചത് കൊണ്ടൊന്നും ക്യാൻസർ വരാൻ പോകുന്നില്ല. ഈ ഒരു ചിന്ത അതാണ് നമ്മെ നശിപ്പിക്കുന്നത്. ഒരു ക്ലാസ് നഷ്ടപ്പെട്ടത് കൊണ്ടൊന്നും ഞാൻ ആലിമാകാൻ പോകുന്നില്ല, ഞാൻ ആലിമാകാതിരിക്കാൻ പോകുന്നില്ല എന്ന ചിന്തയാണ്. പക്ഷേ മഹാന്മാർ ഒരു ദിവസം പോലും മുടങ്ങിയില്ല, സബ്ക്ക് മുടക്കിയില്ല. 29 വർഷത്തിൽ നമ്മുടെ അയൽവാസിയുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആണ്ടിന് 10 പ്രാവശ്യം പോകും. ഒന്ന് ഇംഗ്ലീഷ് ഡേറ്റ് നോക്കിയിട്ട് പോകും, പിന്നെ അറബി ഡേറ്റ് നോക്കിയിട്ട് പോകും, മലയാളം ഡേറ്റ് നോക്കിയിട്ട് പോകും. എങ്ങനെയെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കും. They are finding the excuses. മഹാന്മാർ ഒരു ദിവസം കൊണ്ട് വലിയ ആയതല്ല. അങ്ങനെ ഔലിയാക്കന്മാരായവരുണ്ട്. അവരൊന്ന് നന്നായി ൊരു നോക്കുകിൽ അതിനാൽ വലിയാദിനെ കൊടുത്തോവർ. അല്ലാഹു തആല അങ്ങനത്തെ നോട്ടം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ കൂലംബൂക്കെ പുതിയ ഇസ്ലാമീനെ അബുദാലന്മാരാക്കി കൽപ്പിച്ച് വിട്ടോവർ. ക്രിസ്ത്യാനിയായ ഒരാളെ പിടിച്ചിട്ട് അബുദാലാക്കി വിട്ട് അത് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. സാധാരണയിൽ അങ്ങനെ ഉണ്ടാകാറില്ല. അവർ മെല്ലെയാണ് വളർച്ചയിലേക്ക് എത്തിയത്, ഉന്നതിയിലേക്ക് എത്തിയത്. ചെറുതൊന്നും ചെറുതല്ല, ഒരു ക്ലാസും ചെറുതല്ല. ചെറിയ AP ഉസ്താദ് അല്ലാഹു തആല അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കുമാറാകട്ടെ. ചെറിയ AP ഉസ്താദ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അൽഫിയയിൽ എനിക്ക് നഷ്ടപ്പെട്ട വരി, മാഷാ അല്ലാഹ്, അൽഫിയയിൽ കിട്ടിയ വരിയായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. എത്ര വരി എനിക്ക് കിട്ടിയത് എണ്ണാനായിരിക്കും സുഖം. ചെറിയ AP ഉസ്താദ് പറയുന്നത്, എനിക്ക് നഷ്ടപ്പെട്ട വരി എനിക്ക് ഓർമ്മയുണ്ട്. അത്രയും ഇമ്പോർട്ടൻസ് അവർ ആ വരികൾക്ക് കൊടുത്തു, ആ ക്ലാസുകൾക്ക് കൊടുത്തു. അല്ലാഹു തആല നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അവരുടെ ചിന്ത ഉണർന്നു പോയി. ചിന്ത ഉണർന്നാൽ നാമും അങ്ങനെയായി മാറും. ഈ യാത്രകൾ അതിനാണ്, നമ്മുടെ ചിന്തയെ ഉണർത്താൻ. നാം ഇവിടെ വെറുതെ വന്ന് നിന്നാ മതി. സ്പിരിച്വൽ പവർ നമുക്ക് പാസ് ചെയ്യുന്നു. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പണ്ടൊരാള് ഇങ്ങനെ ആടിനെ മേക്കാൻ വേണ്ടി പോയി. ഒരുപാട് ആടുകളുണ്ട്. ലിസൺ ഹിയർ. ആടുകളെ നോക്കാൻ പോയി. അദ്ദേഹത്തിന് വളരെ ക്ഷീണമുണ്ട്. അദ്ദേഹം ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു 10 മിനിറ്റ് വിശ്രമിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ 10 മിനിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ അത് ബസറയിലെ 10 മിനിറ്റായി മാറും. ചിലപ്പോ 2 മണിക്കൂർ കഴിഞ്ഞിട്ട്. ഇന്നുണ്ട് ഒരാൾ പറഞ്ഞ അതേമാതിരി, ഇപ്പൊ തന്നെ കിടന്നിട്ടുള്ളൂ. അപ്പോഴത്തേനും വിളിച്ചെന്ന് 7 മണിക്ക് കിടന്നിട്ട് 5:30 വിളിക്കുന്നത്. അപ്പൊ പറയണത് ഇപ്പൊ തന്നെ കിടന്നിട്ടുള്ളൂ.
നമ്മൾ കുളിച്ച് അലക്കി എല്ലാം കഴിഞ്ഞ് വന്നിട്ട് വിളിച്ചപ്പോ പറയാണ് ഇപ്പൊ തന്നെ കിടന്നിട്ടുള്ളൂ സൈനിക. അപ്പൊ തന്നെ വിളിച്ചത് 4 മണിക്കൂറാണ് ഇപ്പൊ തന്നെ. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി ഒരു മരച്ചുവട്ടിലേക്ക് അങ്ങ് കിടന്നു. വളരെ ക്ഷീണമുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങ് ഉറങ്ങിപ്പോയി. ഉറക്കമങ്ങ് പിടിച്ചപ്പോൾ ആടിനെ നോക്കാൻ ആരുമില്ല. ആടുകൾ അങ്ങനെ ഓടാൻ തുടങ്ങി, പല പറമ്പിലേക്കും പായാൻ തുടങ്ങി, കാണുന്ന പലതും പറിച്ചു തിന്നാൻ തുടങ്ങി. റോട്ടിലേക്ക് ഇങ്ങനെ കൂട്ടം തെറ്റി ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി. പല ആളുകളും വന്നു. ഓരോ ആടിനെയും വടിയെടുത്ത് കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ട് കൂട്ടാൻ നോക്കുന്നു. ഇവിടെ കൂട്ടുമ്പോൾ അവിടെ പോകും. തവളനെ പിടിച്ച് എണ്ണം വെച്ച പോലെ തവളനെ പിടിച്ച് എണ്ണം വെക്കാന്ന് പറയും. ഒരെണ്ണത്തിനെ പിടിച്ച് വെക്കുമ്പോൾ വേറെണ്ണം പോകാം, വേറെണ്ണം പോകും. അതുപോലെ ആടിനെ ഒരു കൂട്ടം ആടുകളെ കൂട്ടുമ്പോൾ മറ്റൊരു കൂട്ടം ആടുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെയും ആൾക്കാർ വരും. റോട്ടിൽ തടസ്സം കാണുമ്പോൾ അവരിറങ്ങുന്നു, ആടിനെ ഓടിക്കുന്നു, പായിക്കുന്നു. വീണ്ടും ആടുകൾ റോട്ടിലേക്ക് വരുന്നു. ആ സമയത്ത് ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആ റോട്ടിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹം നോക്കി, ആടുകൾ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. മറ്റുള്ളവരുടെ കയറാൻ പാടില്ലാത്ത സ്ഥലത്തൊക്കെ പോയി ഇലകളൊക്കെ പറിച്ചിങ്ങനെ കടിച്ചിങ്ങനെ തിന്നുന്നുണ്ട്. റോട്ടിൽ ഇങ്ങനെ പരന്ന് നടക്കുന്നുണ്ട്. അദ്ദേഹം ഒരു കാര്യം ചിന്തിച്ചു, ഇതിനെ നോക്കാനുള്ള ആട്ടിടയൻ എവിടെയാണ്? അദ്ദേഹം പോയി പതുക്കനെ തെരഞ്ഞു നോക്കിയപ്പോ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പോയി വിളിച്ചു, നിങ്ങൾ ആടുകളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്, ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. അദ്ദേഹം 5 മിനിറ്റ് കിടന്നതാണ്, കുറച്ച് കൂടുതൽ ഇറങ്ങിപ്പോയി. അദ്ദേഹം ഞെട്ടി എഴുന്നേറ്റു. അദ്ദേഹം ഒരു കൊമ്പ് ഇല ഇങ്ങ് പൊട്ടിച്ച് 2 സൗണ്ട് ഉണ്ടാക്കി. എല്ലാ ആടുകളും ഒരുമിച്ചു കൂടിപ്പോയി. ആടുകള് ഒരുമിച്ചു കൂടാൻ വ്യത്യസ്തമായി പരന്ന് കിടന്നിരുന്ന ആടുകളെ ഒരുമിച്ചു കൂട്ടാൻ എന്ത് ചെയ്തു? ആട്ടിടയനെ ഒന്ന് ഉണർത്തി. ആട്ടിടയനൊന്ന് പറഞ്ഞപ്പോ എല്ലാ പരന്ന് കിടക്കുന്ന ആടുകളും ഒരുമിച്ചു കൂടിപ്പോയി. ഇറ്റ്സ് ഓൺലി ആൻ എക്സാമ്പിൾ. ഇറ്റ്സ് മുശബ്ബഹ് ബിഹി. ഞാൻ ഈ പറഞ്ഞതൊരു മുശബ്ബഹ് ബിഹി മാത്രമാണ്. ഇനി മുശബ്ബഹിനെ കണ്ടുപിടിക്കണം. ഈ കഥ മുഴുവൻ ഒരു എക്സാമ്പിൾ ആണ്. ഇവിടത്തെ ആടുകൾ ഏതാണ്? ഇവിടത്തെ ആട്ടിടയൻ ഏതാണ്? ഈ ആട്ടിടയനെ ഉണർത്തിയ ആള് ആരാണ്? ഇടക്കിടക്ക് ആളുകൾ ഓടിച്ച് ആടുകളെ ഇങ്ങനെ ഓടിക്കാൻ വന്ന ആള് ആരാണ്? ഈ ഇടക്കിടക്ക് വന്നിട്ട് ആളുകളെ ഓടിക്കാൻ നോക്കിയില്ലേ? അതിന് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഇപ്പൊ ഞാനാവും, ഇവിടുത്തെ ഉസ്താമാരൊക്കെ. ഇവിടത്തെ ആട്ടിടയനെ വിളിച്ച ബ്രില്യന്റ് ആയിട്ടുള്ള വ്യക്തിയുണ്ടല്ലോ, അത് നമ്മുടെ ശൈഖുന ഉസ്താദ് അവറുകളാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പദ്ധതികളും അല്ലാഹു തആല അതിവേഗത്തിൽ വിജയിപ്പിച്ച് കണ്ട് സന്തോഷിക്കാൻ ഉസ്താദിനും നമ്മൾക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതാണ് ഈ ആട്ടിടയൻ? അവർ മൈൻഡ് നമ്മുടെ ഹൃദയമാണ് ആട്ടിടയൻ. ഹൃദയത്തെ ഉണർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അവയവങ്ങളാണ് ഈ ആടുകൾ. ക്ലിയർ ആണ്? നമ്മുടെ അവയവങ്ങളാണ് ഈ ആടുകൾ. ഹറാമിലേക്ക് പോകുന്ന കണ്ണുകളുണ്ട്, ഗഫലത്തിലേക്ക് പോകുന്നതായ നമ്മുടെ ചലനങ്ങളുണ്ട്, കാതുകളുണ്ട്, നമ്മുടെ ഗഫലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ചിന്തകളുണ്ട്. അതെല്ലാം നമ്മുടെ ഹൃദയം ഉണർന്നാൽ അതെല്ലാം സ്റ്റോപ്പായി പോയി. ആ ഹൃദയത്തെ വിളിക്കണം.
എന്റെ പ്രശ്നം കുത്തിച്ച പോരെ? അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ ആ കോഡ്, വേറെ അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ മൂട്ടില്, അവിടെ ഇല്ലേ? എന്നാ പോട്ടെ, അപ്പൊ അവസാനിപ്പിച്ച്. അപ്പോ ഈ ആട്ടിടയൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. ആട്ടിടയനെ ഒന്ന് ഉണർത്തിത്തരണം. ഉറങ്ങുന്ന